ഹലോ ഗൈസ്, പിന്നെ ഇത് കൊഞ്ചാണോ ചെമ്മീനാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഇതിനെ തൽക്കാലം കൊഞ്ചെന്ന് വിളിക്കുകയാണ്. ചെമ്മീൻ ചാടിയ മുട്ടോളം, അവിടെ നിന്ന് ചാടിയ തട്ടിയോളം. കേട്ട വൃത്തിയാക്കുന്നു റൂം പരിസരവും. ചെമ്മീൻ ചോറ് വെക്കാൻ പോകും. ചെമ്മീൻ ചോറ് ഇന്ന് സ്പെഷ്യലാണ്. ചെമ്മീൻ ചോറ് എങ്ങനെയുണ്ട്? വെറൈറ്റി ഉള്ള നമ്മൾ ട്രഡീഷണൽ ചട്ടിയിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ചട്ടി വന്നിരിക്കുകയാണ്. ജയപ്പാടന്റെ ചട്ടി പ്രത്യേകം പറയണം. എത്ര തവണ എടുത്താലും ആ വീഡിയോ എടുക്കുമ്പോൾ ജയപ്പാടനെ പ്രത്യേകം എടുത്ത് പറയണം എന്ന് പറയുന്നു. ഹലോ ജയപ്പാടൻ, നമസ്കാരം. ഇതിനെ നല്ല വൃത്തിയാക്കി എടുക്കണം. ഒരു നാരുണ്ട്, അതൊക്കെ എടുത്ത് കളയണം. കൊടൽ നമ്മൾ നാരെന്നൊക്കെ പറയും. ചെമ്മീന് 10 റിങ്കറ്റ്. 150, 160, 160 രൂപയൊക്കെ ആവും. അതിന് ലാഭം കേട്ടോ, നിറച്ച് ഇരിയുണ്ട്. ഇഷ്ടം വേണം. നല്ല വലിപ്പമുള്ള വലിയ പൊണ്ണൻ വെട്ടിക്കഴിഞ്ഞേ കുറച്ചേ ഞാൻ എടുത്തു. അതിന്റെ പകുതി എടുത്തോളൂ, ഒരുപാട് വേണ്ട. എന്നിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് ചട്ടിയിട്ട് കഴുകണം. ഇതിന്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ കഴുകണം. ഒത്ര വേസ്റ്റ് ഉണ്ട്. അതെ അതെ, ഞങ്ങള് വലിയ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട്, കൂടുതൽ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയതൊക്കെ മുറിച്ചിടുവാണ്, തികപ്പിക്കണമല്ലോ. അതൊക്കെ എന്റെ ഒരു ട്രിക്കുകളാ, സീക്രട്ടാണ്. സ്പൈസസ് എല്ലാം കൂടെയാണ്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക്, പെരിഞ്ചീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, കറിയാമ്പൂ, തമിഴ് വെച്ചു. ഓൺ ചെയ്യാ. ആഹാ, ചട്ടി ചൂടായിട്ടുണ്ട്. ഇങ്ങനെ വേണം ചട്ടി ചൂടാൻ. അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ അങ്ങ് ഒഴിക്കുക. ഇച്ചിരി അധികം എണ്ണ ഒഴിക്കണം. എല്ലാം നന്നായിട്ട് വഴന്ന് വരണം. ഇതാണ് പാം ഓയിൽ ഇവിടുത്തെ. സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സവോള, മല്ലിയിലയും പുതിനയിലയും. പുതിനയില ഇച്ചിരി ഉള്ളായിരുന്നു, നമ്മുടെ തോട്ടത്തിലുള്ള ശകലം ഉള്ളായിരുന്നു അത്. പിന്നെ വേണ്ടത്, ഇതിനകത്ത് ഞാൻ തക്കാളി അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അത് ഞാനത് ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം ഇത് ഇട്ട് കൊടുക്കാം. എന്താ പറയാ, ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കുക. ഇത് ചതച്ച് ചേർത്തേക്കുന്നതാണേ. എന്നിട്ട് നമുക്കിനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി വേണ്ട, ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. എനിക്കിപ്പോ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സബോള ചേർക്കുന്നത്. സവാള ഗിരി 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 ഗിരി. ഇനിയാണ് നമ്മുടെ ഉപ്പ്.
സവോള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് വഴന്ന് വരും. ഓക്കെ, സവോള ഇവിടെ നിന്നിട്ട് നന്നായിട്ട് വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. ഇത് നമ്മുടെ ബസുമതി റൈസ് ആണ്. ബസുമതി കുറെ നാളായി വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ചെമ്മീൻ കിട്ടിയപ്പോ ചെമ്മീൻ ബിരിയാണിയാണ്. ബിരിയാണി അല്ല, ചെമ്മീൻ റൈസ്. ഇപ്പൊ ഒരു 3 ഗ്ലാസ് അരി ഇട്ടേക്കാം. രാത്രിത്തേക്ക് കൂടെ ആയിക്കോളൂ. നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അരി കഴുകുന്ന കാണിക്കൂ. അരിയെല്ലാം കഴുകി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഇതിന്റെ പരിപാടികൾ നമുക്ക് നോക്കാം. വഴറ്റണല്ലോ. നോക്കിയോ കിട്ടും. ഓക്കെ, ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി, എന്റെ മുളക് പൊടി ചെയ്തിട്ടുണ്ടാ ഒരു 1/2 സ്പൂൺ, 1/4 സ്പൂൺ ഉണ്ടാവത്തുള്ളൂ മുളക് പൊടി ചേർത്തു. ആ ഒരു കൈക്കണക്കാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി അതും കുറച്ച് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റുക. ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചപ്പ് മണം മാറി വന്നാൽ മതി. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിന്റെ ഒരു പച്ചമണം വരെ മാറി വരണം. ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഓക്കെ, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൊഞ്ച്, കൊഞ്ചെങ്കിൽ ചെമ്മീൻ, ചെമ്മീനെങ്കിൽ കൊഞ്ച്, ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, വേണ്ട മല്ലിയിലയും പുതിന ഇലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഇരുന്ന് വെന്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരിയുടെ കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, വരൂ. ഇതിപ്പോ
ഇപ്പൊ ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് അരി 3 ഗ്ലാസ് അരി. അപ്പൊ അതിന്റെ അളവ് ഗ്ലാസ് ഇതാണ്. 1 ഗ്ലാസ് അരിക്ക് ഞാൻ 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളം ചേർക്കാം. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ. എടുത്തിട്ടുണ്ട് നമ്മള്. ഇനി നമുക്കിതാ ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ വെന്തോണ്ടിരിക്കുന്ന ഈ ചെമ്മീന് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനകത്ത് കിടന്ന് വെന്തോളും. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ ചെമ്മീനെല്ലാം കൂടെ നമ്മൾ ആ വഴറ്റിയതെല്ലാം കൂടെ എടുത്തു വെച്ചേക്കുന്ന അരിക്കകത്തോട്ട് നമ്മൾ ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മളൊരു ഇച്ചിരി അധികം ഇടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചോറെ പിടിച്ച് കഴിയുമ്പോഴത്തേ ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി അധികം ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുമില്ല, ഇത് നമ്മളിനി റൈസ് കുക്കറിനകത്തോട്ട് വെക്കുക. അടച്ച് സെറ്റാക്കി റൈസ് കുക്കറിൽ വെക്കുക. സ്വിച്ച് ഓൺ ചെയ്യുക. അത്ര കാര്യമുള്ളൂ. ഇനി ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാവും. അപ്പൊ നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം തിരിച്ച് അതാത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കുക. അടുത്ത പണി. അതിനുശേഷമാണ് ഒരു കാര്യം മറന്നുപോയത്. മസാല ഇടാൻ മറന്നുപോയി. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇതല്ല മസാല. അത് കുഴപ്പമില്ല, നമ്മള് ഇടയ്ക്കാലും ഇട്ട് കൊടുത്താലും മതി. കുഴപ്പമില്ല, ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് നിലക്ക് കൊടുത്താൽ മതി. തിളയ്ക്കാനൊന്നും തുടങ്ങിയില്ലല്ലോ. കിട്ടിയില്ലല്ലോ. നല്ല ആവി പറക്കുന്ന എന്താണ് സൈമ? ഇതാണ് ചെമ്മീൻ റൈസ്. ആദ്യമായിട്ടും അവസാനമായിട്ടും ടേസ്റ്റ് നോക്കിയിട്ട് പെട്ടെന്ന് പറയാം. ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കഴിച്ചാൽ പോരെ. പെട്ടെന്ന് സൂപ്പർ. കഴിച്ചില്ല അതിന് മുമ്പ് സൂപ്പറാണ്. എല്ലാരും വാങ്ങ. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിന്നെ എന്താ പറയാ, നല്ല സൂപ്പറാ. റൈസ് കുക്കറിൽ പോട്ട് വെച്ച സാപ്പിട്ട വേറെ ലെവല്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.